കടൽ കൊള്ള, സതീശൻ, അദാനി, എന്താണ് കേരളത്തിൽ നടക്കുന്നത്? എന്താ കേരളത്തിൽ നടക്കുന്നത്? ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്, മനസ്സിലായല്ലോ. ഞാനിത് കുറേ ദിവസം ആസ്വദിക്കരുത്. സതീശൻ മൗനമാണ്. ഈ നിശബ്ദതയ്ക്ക് എന്തോ അർത്ഥമുണ്ട്. എന്തൊക്കെയായിരുന്നു ഈ ഓഹരി കൈമാറ്റത്തിൽ അദ്ദേഹത്തിന് പങ്കുണ്ട്. എനിക്ക് കിട്ടിയ കമ്മീഷൻ വരെ പറഞ്ഞു ഒരു മാധ്യമം 13,000 കോടിയുടെ കണക്കാക്കിയിട്ട് 2% കണക്കാക്കിയിട്ട് എനിക്ക് അവർ സെബിക്ക് കത്തയച്ചു. അപ്പം ഞങ്ങൾ അന്ന് വൈകുന്നേരം തന്നെ കത്തയച്ചെന്ന് അറിഞ്ഞാണ് ഇത് ഗവൺമെൻറ്റിൻ്റെ മുൻകൂർ അനുമതി തേടിയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ഞങ്ങളുടെ അസംതൃപ്തി അവരെ അറിയിച്ചു. അപ്പോൾ തന്നെ അവർ പ്രിയോർ അപ്രൂവലിലെ കത്ത് തന്നു. ഇനി ഞാൻ നിങ്ങളോടൊരു കാര്യം കൂടി പറയാം. ഈ കൺസെഷൻ എഗ്രിമെൻറ്റിൽ ഇപ്പോൾ പറഞ്ഞല്ലോ മോണോപ്പൊളി വരും. ഈ കൺസെഷൻ എഗ്രിമെൻറ്റ് പോലും ഒന്ന് വായിച്ചു നോക്കാതെയാണ് പ്രതിപക്ഷ നേതാവ് നിയമസഭയിൽ പ്രസംഗിച്ചത്. MSC കമ്പനിക്ക് കൊടുത്താൽ MSC കമ്പനിയുടെ മോണോപ്പൊളി വരും, കോമൺ യൂസർ ഫെസിലിറ്റി ഇല്ലാതാവും, അവിടെ വേറെ ആർക്കും അവിടെ കയറാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഞാൻ ആ ഉമ്മൻചാണ്ടിക്കും കെ ബാബുവിനൊരു സലാം കൂടി കൊടുക്കുകയാണ്, ഒരു സല്യൂട്ട്. അവരെ ആ കൺസെഷൻ എഗ്രിമെൻറ്റിൽ എഴുതി വെച്ചിട്ടുണ്ട്, ഒരു കോമൺ യൂസർ ഫെസിലിറ്റി ഇല്ലാതാക്കിയ ഗവൺമെൻറ് ഇടപെടാൻ പറ്റും. 581 എഴുതി വെച്ചിട്ടുണ്ട്. കോമൺ യൂസർ ഫെസിലിറ്റി വേണം, ഒരാളുടെ മോണോപ്പൊളി അവിടെ പറ്റില്ല എന്ന്. ഈ ഗവൺമെൻറ് MSCക്ക് ഇത് കൊടുത്താൽ അവിടെ വേറെ ഒരാൾക്ക് ഓപ്പറേഷൻ നടത്താൻ പാടില്ല എന്നാണ് ആരോപണം പറഞ്ഞത്. അത് ഇവർ വന്നാൽ അങ്ങനെ ആവുമെന്ന്. ആ ക്ലോസ് വരെ പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുണ്ട് ഈ എഗ്രിമെൻറ്റിൽ. കൺസെഷൻ എഗ്രിമെൻറ്റ് ഒന്ന് വായിച്ചു നോക്കട്ടെ. എന്നിട്ട് ഈ MSC ആയിട്ടുള്ള ചർച്ച നടത്തിയത് അറിയാം. അവർ വന്നാൽ ഈ LDF ഗവൺമെൻറ്റിൻ്റെ ഒരു ദീർഘകാലമായിട്ടുള്ള ഒരു ഇതാണ്, അവരുടെ വിഷനാണ് MSC വരുന്നത്. ഇതെല്ലാം പറഞ്ഞിട്ട് 24 മണിക്കൂറൊക്കെ മാറ്റി പറഞ്ഞിട്ട് എൻ്റെ നേരെ വിരൽ ചൂണ്ടിയാൽ, ഞാൻ പറയാറുണ്ടല്ലോ ബാക്കി 4 വിരലും സ്വന്തം നെഞ്ചത്തോട്ടാണ് എന്ന് പറഞ്ഞത്. ക്ലിയർ ആയല്ലോ? ആർക്കെങ്കിലും സംശയം ഉണ്ടോ? ഇനി പറഞ്ഞോ ഏത് സംശയം ചോദിച്ചോളാം. ഒരു കരാർ ലംഘനം ഉണ്ടായിട്ടില്ലല്ലോ. കരാർ ലംഘനം ഓഹരി കൈമാറ്റം നടത്തിയാൽ കരാർ ലംഘനമാണ്. അല്ല ചോദിച്ചോ ഓഹരി കൈമാറ്റം നടത്തിയിട്ടില്ലെന്ന്. ഇതാണ് സംഭവം. ദേശാഭിമാനിയാണ്. ഓഹരി കൈമാറ്റം നടത്തിയില്ലെന്ന്. അതാണ് ചോദിച്ചത്. അദ്ദേഹം അദ്ദേഹം ഇതുവരെ വിചാരിച്ചിരുന്നത് ഓഹരി കൈമാറ്റം നടന്നു എന്നാണ്. എന്നോടുള്ള ചോദ്യം, ഓഹരി കൈമാറ്റം നടന്നില്ല സ്നേഹിത, നടന്നില്ല. നടക്കണമെങ്കിൽ ഒരുപാട് പ്രോസസ്സ് ഉണ്ട്. അത് മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിൽ പോകണം. ഒന്ന് നാഷണൽ സെക്യൂരിറ്റി സ്ട്രാറ്റജിക് പോയിൻ്റാണിത്, അതവർ പരിശോധിക്കണം. മിനിസ്ട്രി ഓഫ് ഷിപ്പിങ്ങിൽ പോകണം, അവരുടെ ഇത് കിട്ടണം. ഇതെല്ലാം പരിശോധിച്ചിട്ട് വേണം. ഞങ്ങളുടെ മുമ്പിലുള്ള എന്താണ് കാര്യം? കൺസെഷൻ എഗ്രിമെൻറ്റിൽ അവരുടെ ഷെയർ അവർക്ക് കൊടുക്കണമെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ അപ്രൂവൽ വേണം. ഞങ്ങൾ എന്തിനാണ് അപ്രൂവൽ കൊടുക്കില്ല എന്ന് ഞങ്ങൾ തീരുമാനിക്കാൻ പാടില്ലല്ലോ. ഗവൺമെൻറ്റിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടണം, ഗവൺമെൻറ്റിൻ്റെ ഇൻട്രസ്റ്റ്, നമ്മളാണ് ഓണർ, നമ്മുടെ താല്പര്യങ്ങൾ പൂർണ്ണമായി സംരക്ഷിക്കപ്പെടണം. അല്ലാതെയുള്ള എന്തെങ്കിലും ഇതിലുണ്ടോ, ഇതിൻ്റെ ട്രാൻസ്ഫറിലുണ്ടോ എന്ന് നമ്മൾ നോക്കണം, നമ്മൾ പരിശോധിക്കണം. മാത്രമല്ല ഈ വിഴിഞ്ഞം പോർട്ടിൻ്റെ ഭാവി എങ്ങനെയായിരിക്കും ഇവർ വന്നാൽ, ഗുണമാണോ ദോഷമാണോ, അതിനാണ് എംപവേർഡ് കമ്മിറ്റിക്ക് അത് പഠിക്കാൻ വേണ്ടി കൊടുത്തിരിക്കുന്നത്. ഇനി അവർ പഠിച്ചു വന്നാലും ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ സാങ്ഷനും എല്ലാം കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ സ്റ്റേറ്റ് ഗവൺമെൻറ് ഇക്കാര്യത്തിലൊരു തീരുമാനം എടുക്കുകയുള്ളൂ. അല്ലല്ല, അവർ ലോകത്തിലെ ഞങ്ങൾ പരിശോധിച്ചു, ലോകത്തിലെ ഏറ്റവും വലിയ ഷിപ്പിംഗ് കമ്പനികളിലൊന്നാണ്. അവർ ശ്രീലങ്കയിൽ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്, അവർ കൊളംബോ എയർപോർട്ട് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്, സിംഗപ്പൂർ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അവരുടെ ഒരു സബ്സിഡിയറി കമ്പനിയാണ്. അവർക്കാണ് ഇവർ കൊടുത്തിരിക്കുന്നത്, നേരിട്ട് MSCക്ക് അല്ല കൊടുത്തിരിക്കുന്നത്. ഇത് ഷെയർ മാറ്റം വേണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത് അവരുടെ ഒരു സബ്സിഡിയറി കമ്പനിക്കാണ്. മനസ്സിലായില്ലേ? അപ്പോൾ അവർ പറഞ്ഞിരിക്കുന്നത് ഈ കൊളംബോയിൽ നടക്കുന്ന ബിസിനസ് നന്നായിട്ട് നടക്കുന്നുണ്ട്, സിംഗപ്പൂർ നടക്കുന്ന ബിസിനസ് നടക്കുന്നുണ്ട്. അത് വിഴിഞ്ഞത്തേക്ക് അത് കൂടുതൽ കൊണ്ടുവരാൻ പറ്റും. കാരണം അവർക്ക് എല്ലാ ഷിപ്പിംഗ് കമ്പനികളുടെയും താല്പര്യം എന്ന് പറയുന്നത് ഈ റൂട്ടാണ്. ഇതിൻ്റെ ഒരു സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഒരു പ്രത്യേകതയും ഈ റൂട്ടും ട്രാവൽ ചെയ്യുന്നതിനുള്ള കുറവും മദർഷിപ്പുകൾ അടുക്കാനുള്ള സൗകര്യം ഉൾപ്പെടെയുള്ള കുറേ അഡ്വാൻറ്റേജ് ഇവിടെയുണ്ട് എന്ന് പറഞ്ഞു. അവരുടെ ഷിപ്പ് അടുക്കുന്നതിനെ നമ്മളെങ്ങനെ അവരുടെ ഡംപിങ് യാർഡാന്ന് പറയുന്നത്? അവരുടെ ഷിപ്പ് അടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്താണുള്ള ആ ഒരു വർഷം, ഞങ്ങളുടെ കാലത്തല്ലല്ലോ.
ആ കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് 99% ഷിപ്പും അവരുടെയാണ് എടുത്തിരിക്കുന്നത്, MSC കമ്പനിയുടെയാണ്. ഇപ്പം ഞങ്ങൾ വന്നിട്ട് MSC കമ്പനിയുടെ ഷിപ്പ് ഇനി എടുക്കാൻ പാടില്ല എന്ന് തീരുമാനം എടുക്കാമോ? നിങ്ങളൊന്ന് ആലോചിക്കുക. നിങ്ങൾ വാർത്ത കൊടുത്തവരൊക്കെ കൂടി ഒന്ന് ആലോചിക്കുക. ഇപ്പോൾ മനസ്സിലായില്ലേ ഓഹരി കൈമാറ്റം നടത്തിയെന്ന് വിചാരിച്ചിട്ടാണ് ഇത് മുഴുവൻ ചെയ്തത്. ഏത് ഇല്ല, ഞങ്ങൾ ഗവൺമെൻറ് വന്നതിന് ശേഷം അങ്ങനത്തെ ഒരു തീരുമാനം എടുത്തിട്ടില്ല. സർക്കാർ ചിലവാക്കിയത് 3764 കോടിയാണ്. പക്ഷേ ഈ LD സർക്കാരിന്റെ പ്രതിനിധികളും മന്ത്രിയൊക്കെ പറഞ്ഞിരുന്ന 5500 കോടി സർക്കാർ ചിലവാക്കി ലാൻഡിന് വേണ്ടിയിട്ട് ചിലവാക്കിയിരിക്കുന്ന തുകയാണ്. ലാൻഡ് പിന്നെ വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ടാണ് പിന്നെ 800 ചില്ലാൻ കോടി കൊടുത്തിരിക്കുന്നത്. അത് കേന്ദ്രമാണ് കൊടുത്തിരിക്കുന്നത്. അല്ല, നമ്മൾ ചിലവാക്കിയ തുകയാണ് നമ്മൾ പറഞ്ഞത്. ഇനി എന്തെങ്കിലും ചെറിയ വ്യത്യാസം ഉണ്ടെങ്കിൽ നമുക്ക് പറയാം. ഇതുവരെ ചിലവാക്കിയിരിക്കുന്ന തുക ഇതിൻ്റെ അകത്ത് മേജർ ഇതെന്ന് വെച്ചാൽ ഈ നമ്മളാണ് ഓണർ. ഞാൻ പറയില്ലേ, ഇതൊരു കൺസെഷൻ എഗ്രിമെൻ്റാണ്. അവർ ഡെവലപ്മെൻറ്റും ഓപ്പറേഷനും നടത്താനുള്ള കൺസെഷൻ എഗ്രിമെൻറ്റിൽ ഒരു പാർട്ടി മാത്രമാണ്. അവരുടെ ഷെയറാണ് അതിൻ്റെ അകത്തുനിന്ന് 49 അവർ വേറൊരു കമ്പനിക്ക് അവർ കൊടുക്കുന്നത്. അത് നമ്മുടെ ഓണർഷിപ്പിനെയോ നമ്മളെയൊന്നും ബാധിക്കില്ല. അവരുമായിട്ട് നമ്മൾ അദാനി പോർട്ടുമായിട്ടാണ് നമ്മുടെ കൺസെഷൻ എഗ്രിമെൻറ്റ്. ആ അദാനി പോർട്ടിൻ്റെ ഓണർഷിപ്പിൽ അവരൊരു 49% അവരുടെ ഷെയർ കൊടുക്കുമെന്നാണ്. അപ്പോഴും അദാനി പോർട്ടിന് തന്നെയാണ് അവരുടെ ഈ ഇതിൻ്റെ അകത്ത് ഏറ്റവും മേജർ ഇത് 51%.